അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നോക്കുക, ഹാലോ ആൽക്കൈൻ ഹാലോ അരീൻസ് ഉള്ള ചാപ്റ്ററിലെ ഒരു ചോദ്യമാണിത്. SN1 SN2 മെക്കാനിസം അല്ലെങ്കിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള സെഗ്മെന്റിലെ ബേസിസുള്ള ചോദ്യമാണ്. നമുക്ക് ഒരു പരിധിവരെ 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് എക്സ്പെക്റ്റഡ് ആണ്. സോ 2 സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഈ 2 സ്റ്റേറ്റ്മെന്റുകളെയും ബേസ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ തന്നിരിക്കുന്ന മോളിക്യൂൾ സ്റ്റേറ്റ്മെന്റ് 1 നോക്കുക. ഈ തന്നിരിക്കുന്ന മോളിക്യൂൾ SN1 റിയാക്ഷന് വിധേയമാകാൻ താല്പര്യമുണ്ട്. ഇറ്റ് വിൽ അണ്ടർഗോ SN1 റിയാക്ഷൻ ദോ ഇറ്റ് ഈസ് എ പ്രൈമറി ഹലൈഡ്. പ്രൈമറി ഹലൈഡ് ആയിരുന്നിട്ട് കൂടി ഇയാൾ SN1 റിയാക്ഷൻ നടത്താൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നടത്തുമെന്നാണ് പറയുന്നത്. ശരിയാണോ? SN1 മെക്കാനിസം നടക്കുന്നത് എങ്ങനെയാണ്? SN1 മെക്കാനിസം ഗോസ് ത്രൂ എ കാർബോ കാറ്റോൺ ഇന്റർമീഡിയറ്റ്. കാർബോ കാറ്റോൺ എങ്ങനെയാ ഫോം ചെയ്യുക? നമ്മുടെ ലീവിംഗ് ഗ്രൂപ്പ് ആയിട്ടുള്ള ഹാലജൻ ഇവിടുന്ന് ലീവ് ചെയ്യുന്നു, അവിടെ ഒരു കാർബോ കാറ്റോൺ ഫോം ചെയ്യുന്നു അല്ലെ. ഈ കാർബോ കാറ്റോൺ സ്റ്റേബിൾ ആകുമ്പോൾ മാത്രമാണ് SN1 മെക്കാനിസം പ്രിഫേർഡ് ആയിരിക്കുക. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഓക്സിജന്റെ മോളിൽ ലോൺ പെയർസ് ഉണ്ട്. ലോൺ പെയർ നെക്സ്റ്റ് പൊസിഷൻ പോസിറ്റീവ് ചാർജ് ഉണ്ട് എങ്കിൽ ഇവിടെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ പോസിബിൾ ആണ്. ദാറ്റ് മീൻസ് ഹിയർ കാർബോ കാറ്റയോൺ ക്യാൻ ബി റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ്. റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാർബോ കാറ്റയോൺ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ഇയാൾക്ക് SN1 റിയാക്ഷൻ നടത്താം. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ. സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. കാരണം ഹാലജൻ പോയ ശേഷം ഉണ്ടാവുന്ന കാർബോ കാറ്റയോൺ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആവുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കാം. തന്നിരിക്കുന്ന മോളിക്യൂൾ വിൽ നോട്ട് അണ്ടർഗോ SN2 റിയാക്ഷൻ വെരി ഈസിലി ഈവൻ ദോ ഇറ്റ് ഇസ് എ പ്രൈമറി ഹലൈഡ്. ഇത് പ്രൈമറി ഹലൈഡ് ആയിരുന്നിട്ട് കൂടെ SN2 റിയാക്ഷൻ എളുപ്പത്തിൽ നടക്കാൻ താല്പര്യം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. SN1 മെക്കാനിസം ഡിപ്പെൻഡ് ചെയ്യുന്നത് കാർബോ കാറ്റയോണിന്റെ സ്റ്റെബിലിറ്റിനെയാണ് എങ്കിൽ SN2 മെക്കാനിസം ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റെറിക് ഹിൻഡ്രൻസിനെയാണ്, ബൾക്കിനെസിനെയാണ് അല്ലെ. ബൾക്കിനെസ് കുറയുമ്പോഴാണ് SN2 മെക്കാനിസം പ്രിഫേർഡ് ആവുക. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നമ്മുടെ റിയാക്ടന്റ് എന്ന് പറയുന്നത് ഓവറോൾ ബൾക്കിയാണ്. സോ ബൾക്കി റിയാക്ടന്റ് ആണ് എങ്കിൽ, ബൾക്കി റിയാക്ടന്റ് ആണ് ഈവൻ ദോ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ആൽക്കൈൽ ഹലൈഡ് പ്രൈമറി ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് വെരി ബൾക്കി. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇറ്റ് ഇസ് വെരി ബൾക്കി. ബൾക്കി റിയാക്ടന്റുകൾ ഒരിക്കലും SN2 മെക്കാനിസം പ്രിഫർ ചെയ്യില്ല. അതുകൊണ്ട് ഇത് പ്രൈമറി ആയിരുന്നാൽ കൂടിയും ഇയാൾക്ക് SN2 മെക്കാനിസം നടക്കാനുള്ള താല്പര്യം കുറവായിരിക്കും. ഇറ്റ് വിൽ നോട്ട് അണ്ടർഗോ SN2 റിയാക്ഷൻ വെരി ഈസിലി ദോ ഇറ്റ് ഇസ് എ പ്രൈമറി ഹലൈഡ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് വളരെയധികം ശരിയാണ്. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ 4 ഹിയർ.